വീട് കണ്ടപ്പോൾ കുടുവിനും ആദിക്കും വെള്ളം വേണം. വെള്ളം കുടിച്ചിട്ട് വാട്ടാ. മോനിച്ചതാ നടന്ന് അവിടെ എത്തി. കേൾക്കാത്ത കുടു വീഴും കൂടും അതിനകത്തേക്ക്. വണ്ടി ചേട്ടായി എവിടെ പോയി? കുടുവിൻ്റെ കൂട്ടുകാരീനെ കണ്ട് കുടു അവിടെ നിൽക്കുക. കുടുവിൻ്റെ കൂട്ടുകാരീനെ കണ്ട് കുടു എന്താ മിണ്ടാത്ത കുടു? രണ്ടുപേരും മിണ്ടുന്നില്ല കേട്ടോ. അതെന്നാ ആദ്യമായിട്ട് കാണുക അവര്. പോവാം വാ, ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും. ഞങ്ങൾ പോട്ടെ. വണ്ടി എവിടെയോ എത്തീന് കേട്ടോ. വൈകിട്ട് നടന്നു വരുന്ന രംഗം. ഇവര് രണ്ടാളുമാണ് കളിച്ചു പോരാൻ ആ റോട്ടും കൂടി. വണ്ടി സർക്കസ് കൂട്. സർക്കസ് കാണിക്കണ്ട കേട്ടോ. വണ്ടി വരും വാ. അതിൻ്റെ മുകളിൽ ചേട്ടന്മാരതിൻ്റെ മണ്ടേ. ചേട്ടന്മാരതിൻ്റെ മുകളിലൊന്ന് പണിയെടുക്കുന്നുണ്ടോ കുടു? ചേട്ടന്മാരതിൻ്റെ മുകളിലൊന്ന് പണിയെടുക്കുന്നുണ്ടോ? എൻ്റെ പൊന്നെ വേവാ. കുടുങ്ങ വേണം. കുടുങ്ങ വേണം. ബബിൾക്ക ഇത് നോക്കടാ. ഇത് പച്ചയാ പിഞ്ചാ. 6 മണിയായി കഴിഞ്ഞു. 6:15. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. മക്കളതവിടെ കുളിക്കുന്നു. ചെറിയ കുഞ്ഞ്. പുഴ കുടു വീട് കേട്ടോ. ഒക്കത്തേക്ക് കണക്കല്ലേ. പുഴയിൽ വെള്ളത്തിനേക്കാൾ കൂടുതൽ വിറകാ. എന്താ വിറക് ഒഴുകി വന്ന വിറക്. പുഴ നടക്ക്. ഞങ്ങൾ പറയായിരുന്നു ചേട്ടായി ഇപ്പം വീട്ടിലെത്തി കാണൂടാന്നൊക്കെ. നോക്കടാ, ആ ജാതീൻ്റെ ഇല തളിര് വന്നിട്ട് നല്ല രസമുണ്ട്. പഴുത്ത പോലെ. പക്ഷെ പഴുത്തതല്ല, തളിരില വന്നപ്പോൾ നല്ല മഞ്ഞ കളർ. നീയല്ലേ അതിന് ഇവനെ എടുത്തോണ്ടാ പോന്നേന്ന്. ഞാൻ വയറുവേദന എടുക്കണ്ട അമ്മ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ പറ്റിയില്ല. നോക്കാം അതിൻ്റെ ഇല തളിരില വന്നപ്പോൾ. വാ നിന്ന സമയം 6:15. മുകളിൽ ഇനി ആ മലയും കൂടെ കയറണ്ടേ. ചേട്ടായി റെസ്റ്റ് എടുത്തു. മറ്റേ ആമയും മുയലും കഥ ഇട്ടിട്ടില്ലേ, മുയൽ വേഗം വന്നിട്ട് മുയൽ റെസ്റ്റ് എടുത്തു. ആമ എഴിഞ്ഞ് റെസ്റ്റ് എടുക്കാതെ വിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയ പോലെ ഞങ്ങൾ പോന്നു. നീ അവിടെ ഇരുന്നോ ലേ കുടു? അങ്ങനെ നമ്മൾ ഇവിടുത്തെ റോഡിലെത്തി, ഇപ്പുറം റോഡിലെത്തി. ചേട്ടാ എപ്പോ? ഇല്ല, കട അടച്ച് 5:30 കഴിഞ്ഞാൽ കട അടച്ചേ. 5:30 കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ. മീമി വാങ്ങാം. കാന്താരി മുളക്
ആണോ? കുടുവിന് ആരാത് പറഞ്ഞു തന്നെ? ഇന്നാളുണ്ടാക്കിയതോ? ആ, നമുക്ക് ഉണ്ടാക്കണം. കാന്താരിമുളക് വെച്ചിട്ട് മീൻ വെച്ചിട്ട് മടക്കിയിട്ട് ചുടണം അല്ലേ? അല്ലേ? ആ, കുഞ്ഞിന് കണ്ട വലിയ ഇല കണ്ടപ്പോൾ കുടുവിന് ഓർമ്മ വന്നു അല്ലേ? ആണോ? ഞമ്മ പഞ്ഞമുളകല്ല, മഞ്ഞൾ മുളക്. കാന്താരിമുളകും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് കുഴച്ചിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് കനലിൽ ചുട്ടെടുക്കണം. ഓ, ആണോ? എന്തേ? എന്താന്ന് പറ. എന്താടാ? ആ, ചേട്ടാ അതിൽ കയറിക്കോട്ടെ, എന്നെ കൊണ്ട് പറ്റൂല, വയ്യ. ഞാൻ നേരെ റോട്ടിൽ കൂടെ വണ്ടി എൻ്റെ കൂടുക. അമ്മേൻ്റെ കൈ പിടിച്ചേ. ആ, ഇതിൽ കയറിയേ കയ്യോടാ. കുടുവിനെ എടുക്കണമല്ലേ? എന്നാ കയറ്, എന്നാ കയറി കുടു. വേണ്ട, പോ. അതിലേ ആണെങ്കിൽ അങ്ങോട്ട് കയറി വെക്കാം. അതുകൂടെ അതിലേ പോയിട്ടോ. കുടു അങ്ങോട്ട് പോരും. അമ്മയ്ക്ക് ആവില്ല അതിലേ കയറാൻ. കുടു തന്നെ നടക്കുമോ? എടുക്കേണ്ടി വരുമോ പിന്നെ? എന്നാ കയറ്. എൻ്റെ കുടു നോക്കണേ, നോക്കി ചവിട്ടണേ. അമ്മ പിടിക്കാം. അവിടെയൊക്കെ മീമി പൊതിയാനുള്ള ഇല വെച്ചില്ലേ കൊണ്ട് അമ്മ പിടിക്കാം. മീമി പൊതിയാനുള്ള ഇല. അങ്ങനെ അതെ, ആവശ്യമില്ലാത്ത സാധനം അത് അവിടെ വെച്ചത് ആരെങ്കിലും അവരാവശ്യത്തിന് വെച്ചയക്കും. ആ, ഇത് റബ്ബർത്തോട്ടം. താഴെ അപ്പുറത്ത് കൂടെയാണ് റോഡുള്ളത്. റോഡ് ഒരു വിറകും കൊമ്പ് ഉണ്ട്. അമ്മ വിറക് എടുക്കട്ടെ. കുടു എടുക്കണ്ട, അമ്മ എടുത്തോളാം. കുടുവിന് അതും കൊണ്ട് നടക്കാനാവില്ല. കുടു ഇല്ല, നടന്നേ നീ, ഞാൻ എടുത്തോളാം. അമ്മയ്ക്കാവും. അമ്മ ഇങ്ങനെ കുത്തി പിടിച്ച് നടക്കാനാ. അത് കൂടെ മുകളിലെത്തി. അത് അവിടെ എത്തി. കുടു അമ്മ നടക്കണോലെ കുട്ടിക്ക് ആവൂല. കുടു അമ്മ പിടിച്ചോളാം. അവിടെ ഇട്, കളയേ. കണ്ടോ, ഞാനൊരു വിറകും കൊമ്പെടുത്ത് കൈ പിടിച്ചിനെ. അപ്പോൾ അത് കണ്ടിട്ടിപ്പോൾ അത് അവൻ്റെ കൈ കയറാനൊന്നും ആവില്ല എൻ്റെ കുട്ടി. അമ്മ പിടിക്കാം കുഞ്ഞേ. വേണ്ടേ? തമ്പുരാനെ മുകളിലെത്തുമ്പോഴത്തേ മടുക്കുമല്ലോ. അമ്മ പിടിക്കാം. ഉണ്ടോ? ഓക്കെ ഓക്കെ, അമ്മ പിടിച്ചോളാം. എന്നാ നടക്ക്. ഓ, അമ്മയ്ക്ക് വയ്യോ, പറ്റിക്കോളൂ. അമ്മ സാരല്ല. ഓ, മരം മരം പ്ലാവ് പ്ലാവ്. പ്ലാവിൽ എന്താ ഉണ്ടാവുക? ചക്ക. ഞങ്ങളിതാ വീട്ടിലെത്താനായിട്ടോ. വീട്ടിലെത്താനായപ്പോഴത്തേക്ക് വെളിച്ചം കുറഞ്ഞു തുടങ്ങിയില്ലേ. 2 കൊമ്പ് വിറക് കിട്ടി. കുടു കാണിച്ചെന്നാണ്. ആ,
കുടുവിന് കിട്ടിയതാ. കുടുവിന് കിട്ടിയതാ. അതെ, കുടു കണ്ടുപിടിച്ചാട്ടെ. കുടുവിൻ്റെ മീൻ പൊരിക്കാനുള്ള ഇലയും എൻ്റെ കയ്യിലുണ്ട്. കുടുവിൻ്റെ വിറകും എൻ്റെ കയ്യിലുണ്ട്. ആ കുടു ഇല വാങ്ങി പിടിച്ചു. അമ്മ വീഴാൻ പോണു കുടു. അയ്യോ, താത്തമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടാ. താത്തമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായി. അതാ താത്തമ്മ വിളിക്കുന്നത്. ഇവിടെ എത്തി വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വിടൂ, ഇവിടെ എത്തി വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാട്ടുകൂടിയാണോ? പഠിച്ചവനെ, താത്തമ്മ വിളക്കെത്തിക്കാൻ സമയമായി തോന്നുന്നുണ്ട്. ഞങ്ങൾ വിറകൊക്കെ പെറുക്കി മീൻ പൊരിക്കാനുള്ള ഇലയൊക്കെ പെറുക്കി വരിക. കുടുവിന് ആ ഇല കണ്ടപ്പോഴേ ഇതിനകത്ത് മസാല തേച്ചിട്ട് അതിൽ പൊരിക്കണമല്ലേ. ആ അങ്ങനെ ഇവിടെ ഉണ്ട്. ഒരാൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കണേ. നടന്ന പകുതി എത്തിയപ്പോൾ ഓൻ കൊയങ്ങി. അമ്മയെ വിളക്കെത്തിച്ച് തമ്പുരാനെ. താത്തമ്മേൻ്റെ അടുത്ത് വെള്ളമൊക്കെ കുടിച്ചതാ ഞങ്ങൾ തിരിക്കല്ലേ അയക്കെന്ന് വെച്ചല്ലേ. ഓ നാളെ അമ്മേ, ഞായറാഴ്ചയല്ലേ ശരിക്കും പെരുന്നാള്? നാളെ വൈകുന്നേരം പരിപാടി ഉണ്ട്, 9 മണി വരെ. ഞായറും തിങ്കളും അല്ല, ശനി ഞായറും. ശനിയാഴ്ച വൈകുന്നേരം പരിപാടി. കുടു മീൻ പൊള്ളിച്ചിട്ട് കൊണ്ടുവരേ. അച്ചു ചേച്ചിക്ക് കൊടുക്കുവോ കുടു? തരൂലടി. ഞങ്ങൾക്ക് തരുമോ? എൻ്റെ ആദ്യകൂട്ടം കയറി പോയി പാവം. ആദ്യകൂട്ടാ ലൈറ്റ് ഇടറാ. ആദി ലൈറ്റ് ഇട് കുഞ്ഞേ. നീറുണ്ട്. ഓക്കെ, അപ്പോൾ മലകയറ്റം കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഇവരെ കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ മാത്രം കുളിച്ചില്ല കേട്ടോ. കുടുവിൻ്റെ കുളി കഴിഞ്ഞു. കുടു അപ്പിട്ട് പൊളിച്ചു അല്ലേ. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ തിന്നാം. കുടു അമ്പലത്തിൽ ഡാൻസ് കളിച്ചു കേട്ടോ. ആദ്യം കൂട്ടം മോളിച്ചു കുളി കഴിഞ്ഞ് വന്നു. ഇവരെ കുളിയല്ലായിരുന്നു. ആ കളിച്ചു. ആദ്യകൂട്ടനും കുടു ആദിശം അമ്പലത്തിൽ ഡാൻസ് കളിച്ചു എന്ന് പറയും. അപ്പോ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാം. നമ്മൾ കുറച്ച് നേരം ഗുഡ് നൈറ്റ്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി തുടങ്ങുന്നുള്ളൂ. ഇപ്പൊ സമയത്ത് ഞങ്ങൾ 7 മണി, നമ്മൾ 6:45 കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ അല്ലേ. 6:45 കഴിഞ്ഞു. ഇപ്പൊ 7:20. ഈ കൂടെ ചോറങ്ങ് തിന്നാ കഴിഞ്ഞു, പണി കഴിഞ്ഞായിരുന്നു. പിന്നെ ബാക്കി പണി നോക്കിയാൽ മതിയായിരുന്നു. ആടാ മോനിച്ചേ. അപ്പൊ ശരി, ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.